നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ അവര് കൊല്ലാൻ ശ്രമിക്കുന്നെന്നും പിന്നാലെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അതിനർത്ഥം അതൊരു സാധാരണ ആക്സിഡന്റ് അല്ല എന്ന ആരോ ഇതിന്റെ പിന്നിലുണ്ട്. കുട്ടനീ മരുന്ന് കുടിച്ച് വേണോ? വേണം, മരുന്ന് കുടിക്കേ. വേണോ? കുടിക്കേ. ഗുഡ് ബോയ്. എന്ത് പറ്റി മാലാകെ? കൈവേനിക്കുണ്ടോ? നോക്കട്ടെ. കൈവേനിക്കാണല്ലോ, എന്ത് ചെയ്യാ? ഞാൻ മാലാക്ക് മരുന്ന് കൊണ്ട് തരേ. ഒരു മരുന്നുണ്ട്. ഞാൻ പെരട്ടി തരേ. ഇപ്പൊ മാറിക്കോളല്ല. വേനയുണ്ടോ? ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യന് എങ്ങനെ എന്റെ അച്ഛന്റെ ജീവൻ എടുക്കാനാവുക? എന്റെ അച്ഛനെ കൊന്നത് സിദ്ധു അവൻ ഒരു സാധ്യതയില്ല. ഇതിലെന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. കുട്ട മതി. വേദന മാറിയോ? മാറി വരുന്നുണ്ട്. നമുക്ക് ഉറങ്ങിയല്ലോ കുട്ട. ഉറങ്ങാം. എനിക്ക് ഇപ്പൊ തന്നെ ഉറക്കം വരുന്നുണ്ട്. വാ കിടക്കാം. കിടക്കാം. ഉറങ്ങിക്കോ. കുട്ടൻ സുഖമായിട്ട് ഉറങ്ങിക്കോ. എന്തായിരിക്കും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവുക? മാറിക്കോ, മാറിക്കോ. ബ്രേക്കില്ല. മാറിക്കോ. ബ്രേക്ക് പോയി. കുട്ടാ, മാറിക്കോ. കുട്ടാ, ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടുന്നില്ല. കുട്ടാ, മാറിക്കോ. കുട്ടാ, കുട്ടാ, ബ്രേക്ക് കിട്ടുന്നില്ല. എന്താ മാറിക്കോ. കുട്ടാ, അവരെന്നെ പുറകെയുണ്ട്. അവരെന്നെ കൊല്ലാൻ വരിക. മാറിക്കോ. ബ്രേക്കില്ല വണ്ടിക്ക്. എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. മാറിക്കോ. 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 ബ്രേക്കില്ല. എന്നെ അവർ ഫോളോ ചെയ്യാ. മാറിക്കോ. മാറിക്കോ. എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. മാറിക്കോ. അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുക. അവരെന്നെ ഫോളോ ചെയ്യാ. മാറ്. മുന്നിന്ന് മാറ്. വണ്ടി ഇടിക്കും. മാറ്. എനിക്ക് ബ്രേക്ക് വിട്ടിട്ട് കിട്ടുന്നില്ല. മാറ്. ഋഷി, ഗോപിക എവിടെ? എന്താ ചേച്ചി? കുട്ടൻ ഉറക്കത്തിനിടയിൽ ആക്സിഡന്റിനെ കുറിച്ച് അവ്യക്തമായിട്ട് ചിലത് മർമർ ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്നലെ രാത്രിയിലും കുട്ടൻ അതുപോലെ സംസാരിച്ചിരുന്നു. എന്നിട്ട് കുട്ടൻ എന്തൊക്കെയാ സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാനത് മുഴുവൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. നിങ്ങളതൊന്ന് കേട്ടു നോക്ക്. ഫോളോ ചെയ്യാ. മാറിക്കോ. എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. മാറിക്കോ. അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുക. ബ്രേക്കില്ല. അവരെന്നെ ഫോളോ ചെയ്യാ. മാറ്. മുന്നിന്ന് മാറ്. വണ്ടി ഇടിക്കും. മാറ്. മാറ്. അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുക. ഏട്ടന്റെ ഈ സംഭാഷണത്തിൽ നിന്ന് ഏട്ടനെ ആരോ ഓടിക്കുന്നു എന്നത് വ്യക്തമാണ്. മുന്നിന്ന് മാറാൻ പറഞ്ഞത്
ഗോപികയുടെ അച്ഛനോടായിരിക്കും. ദേ, ബ്രേക്കില്ലെന്നും പറയുന്നുണ്ട്. എന്നെ അവര് കൊല്ലാൻ ശ്രമിക്കുന്നെന്നും പിന്നാലെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അതിനർത്ഥം അതൊരു സാധാരണ ആക്സിഡന്റ് അല്ല എന്ന. ആരോ ഇതിന്റെ പിന്നിലുണ്ട്. പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആക്സിഡന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ആരാ ഇതിന്റെയൊക്കെ പിന്നില്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്? സിദ്ധുവേട്ടന് ആരും ശത്രുക്കൾ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല സ്വഭാവമായിരുന്നു ഏട്ടൻ്റേത്. അങ്ങനൊരു വ്യക്തിക്ക് ഒരു ശത്രു ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് പ്രയാസമാണ്. നന്മയുള്ളവർക്കും അന്യർക്ക് ഉപകാരം മാത്രം ചെയ്യുന്നവർക്കൊക്കെ ശത്രുക്കളുണ്ടാവും ഋഷി. കുട്ടനും ശത്രുക്കൾ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അത് കുട്ടനോ നിങ്ങളോ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. അതാണ് വാസ്തവം. ഏതായാലും ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ഒരു സൂത്രധാരനുണ്ട്. അയാൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് അത്യാവശ്യമാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ ചേച്ചി. അവൻ എത്ര കൊലകൊമ്പനായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. മഞ്ജു ചേച്ചി, ചേച്ചി, ഹലോ, പറയും മഞ്ജു ചേച്ചി. ഹലോ ചേച്ചി, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ ചേച്ചി, വോയിസ് ബ്രേക്ക് ആവുക. മഞ്ജു ചേച്ചി, ചുമ്മാതല്ല, സിഗ്നൽ കുറവാ. ചേച്ചി, ചേച്ചി, ഹലോ മഞ്ജുച്ചി, ഇപ്പൊ കേൾക്കാമോ? ഇവൻ ഉറങ്ങിയത് നന്നായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.